ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നാടൻ വഴികളുമായിട്ടാണ്. അതിനു മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്ക് ഇന്നലെ 1K സബ്സ്ക്രൈബറായി. പക്ഷേ 4000 വാച്ച് അവറൊന്നും ആയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 3 മാസം ആവുന്നതേ ഉള്ളൂ. 3 മാസമായില്ല, 2.5 മാസമായതേ ഉള്ളൂ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾക്ക് നമ്മുടെ സൗന്ദര്യം നിലനിർത്തണമെന്ന് നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള ആൾക്കാരാണ് അല്ലേ? അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. അപ്പോൾ നമ്മുടെ ചർമ്മം തിളങ്ങുന്നതും മനോഹരവുമായി ആക്കി വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാത്ത ആൾക്കാർ, ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ ആഗ്രഹിക്കാത്തവരില്ല. വിപണിയിൽ ലഭ്യമായ വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങൾ നമ്മൾ പരീക്ഷിക്കാറുണ്ട്. ഒരുപാട് ഇപ്പം വെളുക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒരുപാട് പരീക്ഷിക്കാറുണ്ട് അല്ലേ? തിളക്കമുള്ള ചർമ്മം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നത്തിലും നമ്മുടെ കണ്ണുകൾ ഉടക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ചർമ്മം ആരോഗ്യകരമാകുമ്പോൾ അവ സ്വാഭാവികമായി തിളക്കമുള്ളതായി മാറ്റുമെന്ന വസ്തുത പലപ്പോഴും നാം അവഗണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് ബ്യൂട്ടി ടിപ്സാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തേന്ന് പറയുന്നത് മുന്തിരിയാണ്. മുന്തിരിയിൽ മൊത്തത്തിലുള്ള ചർമ്മ സംരക്ഷണത്തിനുള്ള ഏറ്റവും മികച്ച ഒറ്റമൂലി എന്ന പേരിൽ മുന്തിരി അറിയപ്പെടുന്നു. വീക്കം തടയുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുള്ള ധാരാളം ഫൈറ്റോ ന്യൂട്രിയൻറ്റുകളും ഫൈറ്റോ കെമിക്കലുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഇവ ചർമ്മത്തിന് ഏറെ ഗുണകരമാണ്. മുന്തിരിക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് സൂര്യതാപത്തിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്നു, നമ്മുടെ യുവത്വം നിലനിർത്തുന്നു, നമ്മുടെ ചർമ്മം മയപ്പെടുത്താൻ സഹായിക്കുന്നു. ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനും ചർമ്മത്തിൻ്റെ നിറവ്യത്യാസം കുറയ്ക്കാനും ചർമ്മത്തിലെ പാടുകൾ കുറയ്ക്കാനും മുന്തിരി സഹായിക്കുന്നു. ചർമ്മത്തിൽ കാണപ്പെടുന്ന വാർദ്ധക്യ ലക്ഷണങ്ങൾ തടയാനും മുന്തിരിക്ക് സഹായിക്കും. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്നൂടെ ഞാൻ പറഞ്ഞു തരാം. എനിക്കിവിടെ ചെയ്ത് കാണിക്കാനുള്ള ഒരു ഇതില്ല, ഒരു എന്താണ് അതിന് പറയുന്നത്, ഒരു പാത്രങ്ങളോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. കാരണം ഞാൻ കേരളത്തിലല്ല നിൽക്കുന്നത്, ഞാൻ കർണാടകയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് ചെയ്ത് കാണിക്കാനുള്ള ഐറ്റംസ് ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ നാട്ടിൽ വന്നിട്ടാണെങ്കിൽ എനിക്കത് കാണിച്ച് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് സഹായകമാകുമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുഖത്ത് തിളക്കം ഉണ്ടാകുവാനായി ഒരു പിടി മുന്തിരി എടുത്ത് ചതച്ച് മുഖത്ത് തടവുക. മുന്തിരി അരച്ചെടുത്ത് നിങ്ങൾക്ക് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. 15 മിനിറ്റ് നേരം അത് മുഖത്ത് പുരട്ടി വെച്ചതിന് ശേഷം ഏതൊരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ രക്തചന്ദനമായാലും മുൾട്ടാനി മിട്ടി ആയാലും തേനായാലും എന്തായാലും നമ്മൾ മുഖത്ത് പുരട്ടുമ്പോൾ അതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. അത് പുരട്ടി വെച്ചതിന് ശേഷം കഴുകിക്കളയുക. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഗ്ലിസറിനും വെള്ളരിക്ക ജ്യൂസും റോസ് വാട്ടറും. നമ്മൾ ബ്യൂട്ടി പാർലറിൽ തന്നെ പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ അവിടെ വെള്ളരിക്ക, പപ്പായ, വാൾനട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഗ്ലിസറിനൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. സൗന്ദര്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗത്തിലും ഗ്ലിസറിൻ ഒരു പ്രധാന ചേരുവയായി ഉപയോഗിക്കുന്നു. അവയിൽ പശിമ പോലെയുള്ളതും എണ്ണ പോലുള്ളതുമായ ദ്രാവകം അടങ്ങിയിട്ടുണ്ടെങ്കിലും അവ എണ്ണമയമുള്ളവയല്ല. ഗ്ലിസറിൻ നമ്മുടെ ചർമ്മത്തിൽ നന്നായി ആഗിരണം ചെയ്യുന്നു. ചർമ്മത്തെ എണ്ണമയമാക്കാതെ തന്നെ ഈർപ്പം പകരുന്നു എന്നതാണ് ഗ്ലിസറിൻ്റെ പ്രധാന ഗുണം. ഗ്ലിസറിൻ ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്തുന്നു. സൗന്ദര്യ ഗുണങ്ങളുള്ളതിനാൽ പല സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും റോസ് വാട്ടർ ഉപയോഗിക്കുന്നു. ഇത് ചർമ്മത്തിൻ്റെ നിറവ്യത്യാസം മെച്ചപ്പെടുത്തുന്ന സ്കിൻ ടോണറായിട്ടും ഉപയോഗിക്കാറുണ്ട്.
റോസ് വാട്ടറിൽ ഫീനൈൽ എത്തനോൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു രേതസ് ആണ്. ഇത് ചർമ്മത്തിൻ്റെ കളങ്കങ്ങളും പാടുകളും കുറയ്ക്കുകയും മുഖക്കുരുവിനെ ചെറുക്കുകയും ചെയ്യുന്നു. റോസ് വാട്ടർ ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകുന്നു. ചർമ്മത്തിൻ്റെ pH സന്തുലിതാവസ്ഥ നിലനിർത്താനും റോസ് വാട്ടർ കൊണ്ട് സഹായിക്കുന്നു. ഏത് തരത്തിലുള്ള ചർമ്മത്തിനും റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. നല്ല പച്ച വെള്ളരി ചർമ്മത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. പല ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളും വെള്ളരിക്ക ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. കണ്ണുകൾക്ക് ചുറ്റുമുള്ള ചുളിവുകളും വീക്കവും കുറയ്ക്കുന്നതിന് ബ്യൂട്ടി പാർലറിൽ ഫേഷ്യലിന് പോലും ഇവ ഉപയോഗിക്കാറുണ്ട്. ഗ്ലിസറിൻ, റോസ് വാട്ടർ, വെള്ളരിക്ക ജ്യൂസ് എന്നിവ ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതം വെയിലത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപായിട്ടും വീട്ടിലേക്ക് മടങ്ങുമ്പോഴും മുഖത്തേക്ക് പ്രയോഗിക്കുക. ചർമ്മത്തിൽ സ്വാഭാവിക സൗന്ദര്യം നിലനിർത്താനും ചർമ്മത്തിൻ്റെ കരുവാളിപ്പ് കുറയ്ക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. അടുത്തതെന്ന് പറയുന്നത് ചന്ദനവും പാലും മഞ്ഞളുമാണ്. അപ്പം മഞ്ഞൾ ഒരു സൗന്ദര്യവർദ്ധക ചേരുവ ഒരു വസ്തുവാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം അല്ലേ? പ്രകൃതിദത്തവും ചെലവ് കുറഞ്ഞതുമായ ഇത് നിരവധി ചർമ്മ പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ്. കൂടാതെ കുറ്റമറ്റതും തിളക്കമുള്ളതുമായ ചർമ്മം നിങ്ങൾക്ക് ലഭിക്കുവാനും ഇത് സഹായിക്കും. ഏറ്റവും നല്ലത് പച്ചമഞ്ഞൾ ഉപയോഗിക്കുന്നതാണ്. ചർമ്മ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു ഒറ്റമൂലിയാണ് ചന്ദനം. ചന്ദനമോ രക്തചന്ദനമോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കും. അതിൽ രക്തചന്ദനവും പാലും അല്ലെങ്കിൽ ചന്ദനവും പാലും കൂടെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് തേനുമായിട്ട് മിക്സ് ചെയ്തും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആകർഷകമായ സുഗന്ധമുള്ള ഇത് വേനൽക്കാലത്ത് ശാന്തമായ ഫലത്തിന് ഉത്തമമാണ്. ചന്ദനപ്പൊടി കടകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇത് നിങ്ങൾക്ക് തിളക്കമുള്ള ചർമ്മം നൽകുന്നു. അതുപോലെ തന്നെ നമ്മൾ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും പാൽ ഒരു പ്രധാന ചേരുവയായി ഉപയോഗിക്കുന്നു. ചർമ്മത്തിന് തിളക്കം നൽകാനും പാൽ ഉപയോഗിക്കുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, ചന്ദനപ്പൊടി, പാൽ എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഒരു മിശ്രിതം തയ്യാറാക്കുക. ഈ കൂട്ട് നിങ്ങളുടെ മുഖത്ത് പുരട്ടി 10 മിനിറ്റ് നേരം വെക്കുക. ശേഷം കഴുകിക്കളയുക. ഇത് നിങ്ങൾക്ക് സ്വാഭാവിക തിളക്കം നൽകുകയും ചർമ്മത്തിന് പുതുമ അനുഭവപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ തേനും ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് തേൻ ചർമ്മത്തിന് അത്ഭുതകരമായ ഗുണങ്ങൾ സൃഷ്ടിക്കുന്നു. പല ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിലും ഇത് ഉപയോഗിക്കുന്നു. തേൻ ചർമ്മത്തിന് ഈർപ്പം പകരുന്ന ഒരു മികച്ച മോയ്സ്ചറൈസർ കൂടിയാണ്. ഇത് യുവത്വം നിലനിർത്താനും സഹായിക്കുന്ന ഒരു ഒറ്റമൂലിയാണ്. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും നമുക്ക് ഈ മിശ്രിതം നിങ്ങളെ സഹായിക്കുന്നതാണ്. ശൈത്യകാലത്ത് ഈ കൂട്ട് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇത് ക്രീമും തേനും ഒരുമിച്ച് ചേർത്ത് മുഖത്ത് പുരട്ടി 5 മിനിറ്റ് നേരം വെച്ചിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിക്കളയുക. അടുത്തതെന്ന് പറയുന്നത് ഉപ്പ്, പാൽ, നാരങ്ങാനീര് എന്നിവയാണ്. ഉപ്പ് നിർജീവ ചർമ്മത്തെ പുറന്തള്ളാനും ടോണറുകളിലും ക്ലെൻസറുകളിലും ചേരുവയായും ഉപയോഗിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ അടുക്കളയിൽ എപ്പോഴും ലഭ്യമായ ഒരു വസ്തുവാണെന്ന് മാത്രമല്ല, ഇത് വില കുറഞ്ഞതുമാണ്. ഇത് 5 ടേബിൾ സ്പൂൺ ശുദ്ധമായ പാൽ എടുത്ത് 1 നുള്ള് ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് മുഖത്ത് പുരട്ടി മുഖത്ത് 2 മിനിറ്റ് നേരം തടവുക. ഈ മിശ്രിതം 5 മിനിറ്റ് മുഖത്ത് വെച്ച ശേഷം മുഖം കഴുകുക. ചർമ്മത്തിൻ്റെ സുഷിരങ്ങൾ വൃത്തിയാക്കാനും തുറക്കാനും ഈ മിശ്രിതം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.